അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് സത്യം മനസ്സിലാക്കി പിൻവാങ്ങുന്നതിനുള്ള ഒരു അവസരം ഞാൻ ദക്ഷയ്ക്ക് കൊടുക്കുന്നു. ഈ അവസരം ഇവള് സ്വീകരിച്ച ഇവളുടെ വേദന അത്രയും കുറയും. ഇല്ലെങ്കിൽ തന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ള അറിവ് മരണം വരെ ഇവളുടെ മനസ്സിനെ പൊള്ളിച്ചുകൊണ്ടിരിക്കും. എന്റെ മനസ്സ് ഇപ്പൊ തന്നെ പൊള്ളിക്കഴിഞ്ഞു മഹി. നമ്മുടെ കല്യാണം ഉറപ്പിച്ച നാള് മുതല് എന്റെ മനസ്സില് എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് മഹിയാണ്. ഇനി ആ സ്ഥാനത്ത് നിന്ന് മഹിയെ മാറ്റാൻ എനിക്ക് പറ്റില്ല. മഹി എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ ആ താലിയുടെ സ്ഥാനത്ത് ഒരു കയറായിരിക്കും എന്റെ കഴുത്തിൽ കിടക്കാൻ പോകുന്നത്. അയ്യോ, ദക്ഷ എന്ത് ഭ്രാന്ത നീ പറയുന്നേ? ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതിനെ കിട്ടണമെന്ന് ഇങ്ങനെ വാശി പിടിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയാണോ? ഞാൻ മോഹിച്ച പുരുഷനെ ഒരു വേലക്കാരി എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തോണ്ട് പോവാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻസൾട്ടാ. തിരസ്കാരവും അപമാനവും എന്താണെന്ന് അറിയാതെ വളർന്നവളാ ഈ ദക്ഷ. ഒരു വേലക്കാരിക്ക് വേണ്ടി മഹി എന്നെ തള്ളിക്കളഞ്ഞ പിന്നൊരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ ആത്മഹത്യ ചെയ്യും. ഈ പറയുന്നത് ദക്ഷയാ. ദക്ഷ വെറും വാക്ക് പറയില്ലെന്ന് എനിക്കറിയാലോ. ചെയ്യൂന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിരിക്കും. മഹിയുമായിട്ട് എന്റെ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞ് എനിക്ക് മോഹങ്ങൾ തന്നത് ആന്റിയാ. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണേണ്ടതും ആന്റി തന്നെയാ. ആന്റി എന്ത് പറയുന്നു? എന്നെ ഈ വീട്ടിലെ മരുമകളാക്കുന്നോ, അതോ കണ്ണീരോടെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നോ? ആന്റി പറ. ഈ മഹാപാപിയോട് നീ ക്ഷമിക്കും മോളെ. മഹി എന്റെ മകനാണ് എന്നുള്ള വിശ്വാസത്തില അവൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ വാക്ക് തന്നത്. അവന്റെ സമ്മതത്തോടു കൂടി തന്നെയാ ഞാനത് ചെയ്തത്. വേണ്ട മോനെ, ഇനി നീ ഒന്നും പറയണ്ട. നിനക്ക് പറയാനുള്ളതെല്ലാം നീ പറഞ്ഞു കഴിഞ്ഞു. ഈ പാവം പെൺകുട്ടിയുടെയും നിന്റെ അമ്മയുടെയും ഹൃദയമാ നീ തകർത്തത്. ഞങ്ങളുടെ മനസ്സാ നീ കീറി മുറിച്ചത്. സ്വന്തം വാക്കിന് വിലയില്ലാത്ത ഈ വീട്ടിൽ എന്നെ നാണം കെടുത്തുന്ന മക്കൾക്കിടയിൽ ഈ രമാദേവിക്ക് ഇനി സ്ഥാനമില്ല. ഒരു മഹാറാണിയുടെ പ്രൗഢിയോടെ ജീവിച്ച എനിക്ക് ഇനി ജീവിക്കാൻ അർഹതയില്ല.